പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. ദശകൂപസമാവാപി ദശവാപി സമോഹൃദ ദശഹൃദ സമപുത്രോ ദശപുത്ര സമോ ദ്രുമഃ. 10 കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളം. 10 കുളങ്ങൾക്ക് തുല്യമാണ് ഒരു തടാകം. 10 തടാകങ്ങൾക്ക് തുല്യമാണ് ഒരു പുത്രൻ. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു വൃക്ഷം. ഒരു വൃക്ഷത്തെ 10 മക്കൾക്ക് തുല്യമായി പരിഗണിച്ചതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. പ്രകൃതിയോട് എത്രമാത്രം ആഴത്തിൽ ഭാരതത്തിന് കടപ്പാടും കടമകളും ഉണ്ടായിരുന്നു എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. വൃക്ഷത്തൈകൾ നടേണ്ട പ്രാധാന്യത്തെ നമ്മളോട് വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു ഗതികേട് കൂടിയാണത്. കാരണം പ്രകൃതിയിൽ മനുഷ്യൻ ഇടപെടുന്നതാണ് പ്രശ്നം. ലോകത്തിൽ കോടിക്കണക്കിന് ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എല്ലാവരും പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ പ്രകൃതിയുടെ നിയമത്തെ ലംഘിക്കുന്ന ഏക ജീവി മനുഷ്യനായതുകൊണ്ടാണ് നമുക്ക് വൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കേണ്ടി വരുന്നത്. പ്രകൃതിയിൽ എല്ലാത്തിനും സംവിധാനങ്ങളുണ്ട്. നോക്കൂ, എൻ്റെ വീട്ടിലെ മാവിൽ 1000 മാങ്ങയുണ്ടായി. അതിൽ നമ്മൾ ഒരു 500 മാങ്ങ ഉപയോഗിച്ചാലും ബാക്കി ഒരു 500 എണ്ണം കിളികളും അണ്ണാറക്കണ്ണന്മാരുമെല്ലാം അതുമായിട്ട് പല പറമ്പുകളിലേക്കും ചെല്ലും. അപ്പോൾ ഈ മാവിൻ്റെ സന്തതികൾ മാങ്ങകളായിട്ട് ഭാവിയിൽ എൻ്റെ ഗ്രാമത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തുമായിരുന്നു. ഇന്നും അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ പ്രകൃതിയിൽ അതിൻ്റെ വാഹകന്മാർ ധാരാളമുണ്ട്. ആരോഗ്യമുള്ളതെല്ലാം കാട്ടിലാണുള്ളത്. ആരോഗ്യമുള്ള മരങ്ങൾ, ആരോഗ്യമുള്ള മൃഗങ്ങൾ. എന്തുകൊണ്ട്? കാട്ടിൽ മനുഷ്യൻ ഇടപെടുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം. അപ്പം പ്രകൃതിയെക്കുറിച്ച് ഭാരതത്തിൻ്റെ അഭിപ്രായം എന്താണ്? പ്രകൃതി അമ്മയാണ്. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിൻ്റെ അമ്മയാണ്, ഞാൻ ഈ മണ്ണിൻ്റെ പുത്രനാണ്. ഇതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയായി കണ്ടവരാണ് ഭാരതീയർ. വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും നാം അമ്മയായി കണ്ടു. ഗംഗ നമുക്ക് ഗംഗാമാതാവാണ്. കടൽ അമ്മയാണ്. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു കരയായി ഭാരതം കണ്ടിട്ടില്ല. മാതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിൻ്റെ അമ്മയാണ്, ഞാൻ ഈ മണ്ണിൻ്റെ മകനാണ്. അതുകൊണ്ടാണ് ഒരു ഭാരതീയൻ രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്നു. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. സമുദ്രത്തെ വസ്ത്രമാക്കിയവൾ, പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചവൾ, വിഷ്ണുവിൻ്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെൻ്റെ നമസ്കാരം. അമ്മേ, എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും. രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ട് വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്നവനാണ് ഒരു ഹിന്ദു, ഒരു ഭാരതീയൻ. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ ഈ ഒരു ഭാരതത്തിൻ്റെ തനതായ ധർമ്മത്തിലേക്ക്, സംസ്കാരത്തിലേക്ക് നാം തിരിച്ചു പോയാൽ മാത്രം മതിയാകും. അല്ലാതെ കഴിഞ്ഞ വർഷം വച്ച അതേ കുഴിയിൽ ഈ വർഷവും മരം വെച്ച് പിടിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം കേരളം വൃക്ഷത്തൈകൾ വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരങ്ങളെല്ലാം സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സമാജം തന്നെ ഒരു വനമായി തീർന്നേനെ. അത്രയും കോടിക്കണക്കിന് മരങ്ങളാണ് പരിസ്ഥിതി ദിനത്തിൽ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം വെച്ച് അതേ കുഴിയിൽ വെക്കുന്നു. അതെന്ത് സംഭവിക്കുന്നു പിന്നീട് എന്ന് 90% നശിച്ചു പോകുന്നു. അതാരും ശ്രദ്ധിക്കുന്നില്ല. ചടങ്ങിന് വേണ്ടി നടത്തപ്പെടുന്ന ഒന്നല്ല പരിസ്ഥിതി സംരക്ഷണം. അതിൽ നാം ഇടപെടാതിരിക്കലാണ്. പ്രകൃതിയിൽ എല്ലാത്തിനും നിയമങ്ങളുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നക്ഷത്ര വിശ്വാസങ്ങളുണ്ട് നമുക്ക്. ആ വിശ്വാസത്തിൽ ഓരോ നക്ഷത്രത്തിനും വൃക്ഷങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിലും കാവുകൾ ഉണ്ടായിരുന്നു. സർപ്പങ്ങളെ ആയിരുന്നു അവിടെ ആരാധിച്ചിരുന്നത്. പഴുതാരയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും ഈശ്വരനെ കണ്ടവരാണ് നമ്മൾ. തത്വമസി അത് നിന്നിലും, അഹം ബ്രഹ്മാസ്മി അത് എന്നിലുമുണ്ട്. സർവചരാചരങ്ങളിലും ഈശ്വരനെ കണ്ട നമ്മൾ ഒന്നിനെയും ദ്രോഹിച്ചിട്ടില്ല. എല്ലാത്തിലും ഈശ്വരനെ കണ്ടപ്പോൾ തന്നെ എല്ലാത്തിനെയും നമ്മൾ സംരക്ഷിച്ചിട്ടുമുണ്ട്. ആ ഒരു ഭാരതത്തിൻ്റെ തനതായിട്ടുള്ള ധാർമ്മിക സാംസ്കാരിക അവബോധത്തെ ഉണർത്തുവാനുള്ള ഒരു ദിവസമായിട്ട് ലോക പരിസ്ഥിതി ദിനത്തെ ആചരിക്കൂ. നന്ദി, നമസ്കാരം.
വന്ദേ മാതരം.